സഭാ സമ്മേളനം കഴിഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട്ടെത്തി സ്വാശ്രയ സമരത്തെ പരിഹസിച്ചത് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴായിരുന്നു കെ.സി. അബു ഇങ്ങനെ പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ച പുലിമുരുകൻ ഇവിടെ വന്നു പോയെന്നാണ്. എന്നാൽ ഈ ആഴ്ച ഈ 13-ാം തീയതി തോപ്പിൽ ജോപ്പനും വരും. ഉമ്മൻചാണ്ടിയുടെ പരിപാടിയുണ്ട്, രാഷ്ട്രീയ വിശദീകരണ യോഗം. ഒപ്പം ഒരു നേതാവ് കൂടി കോഴിക്കോട്ടേക്ക് വരുന്നുണ്ടെന്ന മുന്നറിയിപ്പും. ഇരട്ടച്ചങ്കുള്ള നേതാവാണ് പിണറായി എന്നൊക്കെ പിണറായിയെ പലരും വിശേഷിപ്പിക്കുന്നുണ്ട്. 3 ചങ്കുള്ള നേതാവായ സുധാകരൻ അന്ന് കോഴിക്കോട്ട് മുഖ്യപ്രഭാഷണം നടത്തുന്നുണ്ട്. പിന്നെ ഒരു വെളിപ്പെടുത്തൽ കൂടി നടത്തി കെ.സി. അബു. താൻ ആഗ്രഹിച്ചത് ഒരു രാഷ്ട്രീയക്കാരനാകാനല്ല, ഒരു കലാകാരനാകാനാണ്. ശരിക്കും എൻ്റെ കുട്ടിക്കാലത്തെ എൻ്റെ ഒരു മോഹം, പഠിക്കുന്ന കാലത്തും വളരെ അതിൻ്റെ മുമ്പത്തെ കാലത്തുമൊക്കെ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഈ രാഷ്ട്രീയ രംഗത്ത് എവിടെയെങ്കിലും എത്തുന്നതിനേക്കാൾ കൂടുതൽ കലാരംഗത്ത് എവിടെയെങ്കിലുമൊക്കെ എത്തണം എന്ന് മോഹിക്കുക എന്ന് പറഞ്ഞാൽ ആർക്കും മോഹിച്ചൂടെ? ഞാനും മോഹിച്ചിരുന്നു. ഒരു മന്ത്രിസഭയിൽ ഒരു മന്ത്രിസ്ഥാനം എനിക്ക് തരാമെന്ന് പറയുന്നത് സങ്കല്പിക്കാം. അതിനേക്കാൾ 2 ചോയ്സ് എൻ്റെ മുമ്പിൽ വരിക. ഒന്ന്, ഈ 4 പേരോടൊപ്പം നിനക്കൊരു മന്ത്രിസ്ഥാനം തരാം. സെക്കൻഡ് ചോയ്സ് ചോദ്യകർത്താവിനോട് ചോദിക്കുന്നത് ഈ മമ്മൂട്ടി, മോഹൻലാൽ അല്ലെങ്കിൽ പൃഥ്വിരാജ് ഇവരുടെ കൂടെ ചെറിയൊരു വേഷം തരാം. അബു ഏത് സെലക്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഞാൻ രണ്ടാമത്തേതാണ് സെലക്ട് ചെയ്യാം. ഇനി ഒന്നും ആഗ്രഹിച്ചിട്ട് കാര്യമില്ലെന്ന് സവിനയം കെ.സി. അബു പറയുമ്പോഴും അഭിനയത്തിൽ ഒരു കൈ നോക്കാനുള്ള യൗവനമൊക്കെ അബുവിനുണ്ടെന്നാണ് സഹപ്രവർത്തകരുടെ തോന്നൽ. റിപ്പോർട്ടർ, കോഴിക്കോട്.